ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു റോഡ് ട്രിപ്പ് ആയാലോ? ഫ്രം ബാംഗ്ലൂർ ടു കൂർഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ വെളുപ്പിന് 6 മണിക്ക് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പാണേ. വെളുപ്പിന് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഏകദേശം ഒരു 6-6:30 ജേണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കാര്യം പെട്രോൾ അടിച്ച് എയറൊക്കെ ചെക്ക് ചെയ്ത് വണ്ടിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാര്യം ഇത് പെട്ടെന്ന് തീരുമാനിച്ചായതുകൊണ്ട് നമ്മൾ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തലേ ദിവസമേ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് എയറെല്ലാം ചെക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേനെ. കൂർഗാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ മൈസൂർ വഴിയാണ് പോണത്. അപ്പം മൈസൂർക്ക് പോകാനായിട്ട് ഈ നൈസ് റോഡ് വഴിയാണ് പോവുക. ഇവിടെ ഏകദേശം ഒരു 4 ടോൾ ഗേറ്റ് നമ്മൾ പാസ് ചെയ്തു. ഈ സമയത്ത് ആയതുകൊണ്ടാണ് വെളുപ്പിനെ, പിന്നെ ഫ്രൈഡേയും ആയതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. ലോറിയും കുറച്ച് ബസ്സും മാത്രമേ വഴിയിലുള്ളൂ. അല്ലെങ്കിൽ ആ ടോളൊക്കെ കടന്നു കിട്ടാൻ നല്ല പാടാണ്. വണ്ടി ക്യൂ ആയിട്ട് കിടക്കും. ഈ റോഡ് നല്ല രസമാണ് കേട്ടോ, നൈസ് റോഡ്. നല്ല സീനറിയാണ്. വെളുപ്പിനെ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ഒരു പ്രത്യേക തരം ലൈറ്റിംഗ് ആയിരുന്നു ആ സമയത്ത്. അത് ശരിക്കും നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ. 2 സൈഡും പാറയൊക്കെയാണ്. ചില സമയത്ത് നല്ല ഭംഗിയുള്ളൊരു റോഡാണ്. 2 സൈഡും കാണാനായിട്ട് നല്ല രസം. ചില സമയത്ത് നിറച്ച് പൂക്കളൊക്കെ ഉണ്ട്, ചിലപ്പോഴൊക്കെ നിറച്ച് പാറയായിരിക്കും. ഈ റോഡിൽ നിന്ന് പിന്നെ നമ്മൾ ചെന്ന് കയറുന്നത് ബാംഗ്ലൂർക്ക് പോകുന്ന മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലാണ്. മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ആണ്. അതൊരു രക്ഷയില്ല കേട്ടോ. നല്ല സൂപ്പർ റോഡാണ്, പറക്കാം, അതേപോലെ പോവാം സൂപ്പറായിട്ട്. നമുക്ക് കുറേ ഏരിയാസ് നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കവർ ചെയ്യാം. എക്സ്പ്രസ് ഹൈവേ കൂടി പോകുമ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകളും ഭയങ്കര രസമാണ്. മലനിര പോലെ ഇങ്ങനെ കാണാം, കുറേ പാറകൾ കാണാം. അടിപൊളിയായിട്ടുള്ള ഒരു സീനറിയാണ്. നമുക്ക് രാവിലെ ആയതുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന വെളിച്ചത്തിൽ ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. കണ്ണിന് ഭയങ്കര കുളിർമയുള്ളൊരു കാഴ്ചയാണ്. വലിയ പാറകളൊക്കെ കാണാം. പിന്നെ കുറേയൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. നല്ല രസമുള്ള റോഡാണ്. അതിലിങ്ങനെ പോവാൻ സ്മൂത്തായിട്ട് പോവും. വെളുപ്പിനെയും കൂടി ആയതുകൊണ്ട് 2 സൈഡിലും ചിലപ്പോൾ നല്ല വ്യൂ ഉണ്ട്. നേരെ നമുക്ക് കാണുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. കൊച്ചിന് തലേദിവസം ഞാൻ ഡ്രസ്സൊക്കെ ഇടിച്ച് കിടത്തിയിരുന്നു. അതുകൊണ്ട് വെളുപ്പിനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നാൽ മതിയല്ലോ എന്ന് ഓർത്ത് അങ്ങനെ എന്നെ വെളുപ്പിനെ പൊക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത് ഉറക്കത്തിൽ നിന്ന്. പക്ഷേ ഉറക്കക്ഷീണമൊന്നുമില്ല കേട്ടോ. ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, കണ്ണ് തുറന്ന് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ കുറേ ദൂരം അങ്ങനെ എക്സ്പ്രസ് ഹൈവേ കൂടി കവർ ചെയ്ത ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ചായ കുടിക്കാനോ ഒന്ന് നിർത്തിയിരുന്നു. ജസ്റ്റ് ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് ചായയും കുടിച്ചു, ചെറിയ ചിപ്സും കഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം നിർത്തി. ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. ഞാൻ അവിടുത്തെ പബ്ലിക് ടോയ്ലറ്റിലൊന്ന് പോയിട്ടോ, എൻ്റെ അമ്മോ പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര വൃത്തികേടാണ്. നമുക്കൊന്നും അതിനകത്ത് കയറിയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ തന്നെ വേഗം ഇറങ്ങി വന്നു. ഞങ്ങളിവിടെ ജസ്റ്റ് ചായ കുടിച്ച് ഇച്ചിരി ചിപ്സും കഴിച്ചിട്ട് പിന്നെ വീണ്ടും ജേണി സ്റ്റാർട്ട് ചെയ്തു. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്തു. കുറച്ചുകൂടി വിശപ്പാവട്ടെ എന്ന് ഓർത്തിരുന്നു. ഈ ട്രിപ്പ് അങ്ങനെ പ്രീ പ്ലാൻഡ് ഒന്നുമില്ല. പെട്ടെന്ന് തലേദിവസം ഹസ്ബൻഡ് പറയുകയാണ് ചെയ്തത്, നാളെ ഒന്ന് ലീവ് എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയാലോ, എവിടെ പോകാമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ ഊട്ടി, മൈസൂർ, കൂർഗ് അങ്ങനെയൊക്കെ കുറേ സ്ഥലം ആലോചിച്ചു. പിന്നെയാണ് എന്നാൽ കൂർഗ് തന്നെ പോവാം എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങോട്ട് പോവുമായിരുന്നു. കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മൈസൂർ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഭയങ്കര സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റും സൂപ്പർ ക്ലീനും ആയിരുന്നു കേട്ടോ. ഞാൻ ഇവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്തു. അടിപൊളി വാഷ്റൂമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. മറ്റേ വാഷ്റൂം കണ്ടിട്ട് പിന്നെ ഇത് കാണുമ്പോഴാണോ എനിക്കങ്ങനെ തോന്നിയെന്നറിയില്ല. പിന്നെ കൊച്ച് കുറേ കഴിഞ്ഞപ്പോൾ നന്നായി ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ നന്നായി ഉറങ്ങി. പിന്നെ അങ്ങോട്ട് നമുക്ക് നല്ലൊരു വില്ലേജ് ടൈപ്പ് റോഡായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള റോഡായിരുന്നു. തിരക്കും കുറവായിരുന്നു കേട്ടോ. അത് വെളുപ്പിനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. 2 സൈഡിലും നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ള റോഡാണത്. പിന്നെ അങ്ങോട്ട് ഹുൻസൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലം എത്തുമ്പോഴത്തേക്കും ഹോട്ടലുകളുടെ പേരൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചേക്കണത് ഞാൻ കണ്ടത് ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോണ വഴി ആയതുകൊണ്ട്, പിന്നെ മലയാളികളും ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും മലയാളത്തിലും. വലിയ ഇങ്ങനത്തെ മരങ്ങളും പൂക്കളുള്ള മരങ്ങളും ഒക്കെയാണ്. പിന്നെ കുറേയൊക്കെ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം ഒന്നും വീഡിയോയിലില്ല കേട്ടോ. പക്ഷേ ചില സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കേരളത്തിൻ്റെ ഒരു ഓർമ്മ കിട്ടും. പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കേരളം പോലെ ഇരിക്കും ചില സ്ഥലമൊക്കെ കാണാൻ. ഈ അടയ്ക്കാമരത്തിൻ്റെ തോട്ടവും തെങ്ങും തോപ്പും ഒക്കെ ആയിട്ട് പഴയൊരു കേരളത്തിൻ്റെ വില്ലേജ് അനുഭൂതിയാണ്. പിന്നെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ എല്ലാം ഈ നമുക്ക് ബാംഗ്ലൂർ കാണുന്ന പോലത്തെ വെറുതെ കെട്ടിടങ്ങൾ മാത്രമൊന്നുമില്ല.
ഒറ്റ വീടുകളാണല്ലോ, ഓടിട്ട കുഞ്ഞു വീടുകൾ, കുറേ പശുക്കൾ, അങ്ങനെയൊക്കെയാണ്. സാധാ ഒരു വില്ലേജ് ടൈപ്പായിട്ടുള്ള സ്ഥലമാണ്. ചില സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് ഈ ജംഗ്ഷനൊക്കെ ഉണ്ടല്ലോ, ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന ജംഗ്ഷൻ, അങ്ങനെയുള്ളതൊക്കെ കാണാം. അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. എല്ലാം നമ്മളങ്ങനെ വീഡിയോയിൽ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാഴ്ചകൾ കാണാൻ മറന്നു പോകും. ഇത് നമ്മൾ കൂർഗിലേക്ക് പിന്നെ കയറി കഴിഞ്ഞിട്ടുള്ളതാണ്. കൂർഗിലേക്ക് കയറി കഴിയുമ്പോൾ വേറൊരു ടൈപ്പായിട്ടുള്ള അന്തരീക്ഷമാണ്. മൊത്തത്തിൽ 2 സൈഡിലും നമുക്ക് പൂക്കളൊക്കെ കാണാം, വലിയ വലിയ ചന്ദന മരങ്ങൾ, പിന്നെ കോഫി പ്ലാന്റേഷൻസാണ് കൂടുതലും. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ടീ ആണെങ്കിൽ ഇവിടെ നിറയെ കോഫിയാണ്, വേറൊരു വൈബാണ്. പക്ഷേ ഞാൻ വിചാരിച്ച നല്ല തണുപ്പുണ്ടാവും എന്നുള്ളത്. ഇങ്ങോട്ട് വന്നിട്ടും തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ വെയിലുദിച്ചതിൻ്റെ ആവും, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തണുപ്പാവുമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം. സ്റ്റേ പെട്ടെന്ന് നമ്മൾ എടുക്കുകയായിരുന്നല്ലോ, തലേ ദിവസം തീരുമാനിച്ച്. അങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്തതൊന്നുമല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ കണ്ടപ്പോൾ അങ്ങ് എടുത്തു എന്നുള്ളൂ. എന്തായിരിക്കും എന്നുള്ളത് അവിടെ ചെന്നാലേ അറിയുള്ളൂ. അങ്ങോട്ട് കയറുന്ന റോഡ് ഇതേപോലെ കുറച്ച് ഓഫ് റോഡ് ടൈപ്പ് പോലെയാണ്, കുറച്ച് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറും പോലെ തോന്നിയിരുന്നു. അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ പിന്നെയും റൈറ്റിലേക്ക് ഒരു വഴിയിലേക്ക് കയറിയിട്ടാണ്. നിറച്ചും കോഫിയാണ് കേട്ടോ, ചുറ്റും കോഫിയാണ്. നമ്മൾ ഫോട്ടോയിൽ കണ്ടപ്പോഴും കോഫി പ്ലാന്റേഷൻ്റെ ഇടയിലാണ് ഈ സ്റ്റേ എന്ന് കണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ അതായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റിനുമൊക്കെ. നമ്മൾ ഒരുപാട് വലിയ ബഡ്ജറ്റിലൊന്നുമല്ല, ഇത് നമുക്ക് ബുക്ക് ചെയ്തപ്പോൾ ഓൾ ടോട്ടൽ 2053 രൂപയാണ് ആയത്. വലിയ ഹൈഫൈ ഒന്നും നോക്കിയില്ലായിരുന്നു, കാര്യം 1 നൈറ്റ് സ്റ്റേ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് നോക്കിയത് നമുക്ക് നല്ലൊരു വ്യൂവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ് നോക്കിയത്. പിന്നെ അതിനകത്ത് അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ആകെ 2 ബാക്കിയുള്ളൂ, 1 ഉള്ളൂ എന്നൊക്കെയാണ് കാണിച്ചത്. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടരും ഉണ്ടായിരുന്നു, അവർ താഴെയായിരുന്നു. അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര പ്രൈവസി ആയിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല സ്ഥലമാണ്, ഡീസൻറ്റ്. ഒരുപാട് ഭയങ്കര ഹൈഫൈ വലിയ സെറ്റപ്പൊന്നുമില്ല, എന്നാലും നമ്മൾ കൊടുത്ത കാശിന് വർത്തായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ 5 സ്റ്റാർ ഹോട്ടലിലെ പോലെയോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ആ പൈസയ്ക്കൊത്ത കാര്യങ്ങൾ, പിന്നെ ഒരു 1 നൈറ്റ് സ്റ്റേ ആണല്ലോ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഒരുപാട് വലിയ അമ്യൂണിറ്റീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഒരു വൃത്തിയുള്ളൊരു വാഷ്റൂം, ഒരു ബെഡ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റും കൂടി കിട്ടുമായിരുന്നു. പിന്നെ നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം 12:15 ആയിരുന്നു. നമ്മളൊരു 6-6:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 12:15 ആയപ്പോഴത്തേക്കും സ്റ്റേയിലെത്തി. നമ്മൾ മേലെയാണ് സ്റ്റേ ചെയ്യണത്, ഫസ്റ്റ് ഫ്ലോറിൽ. അതുകൊണ്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കോഫി പ്ലാന്റേഷൻസാണ്. അതുകൊണ്ട് ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നല്ലൊരു കണ്ണിന് കുളിർമയുള്ള നല്ല കാഴ്ചയായിരുന്നു, ഒരു സീനിക് വ്യൂ ആയിരുന്നു അവിടെ. ഇനി ഇവിടെ രാവിലെ എങ്ങനെയായിരിക്കും, വൈകുന്നേരം എങ്ങനെയായിരിക്കും, തണുപ്പുണ്ടാവുമോ എന്നൊക്കെ ആയിരുന്നു ഞങ്ങളൊരു ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത്. പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥലത്തെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോറിൽ. താഴത്തെ ഒരു ഫ്ലോറിൽ ഒരു കൂട്ടരുണ്ടായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഓണറോ അങ്ങനെ ഒരുപാട് പേരൊന്നും നമ്മളെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാനോ ഒന്നും വരില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വേറെ ആരും നമ്മളെ ശല്യം ചെയ്യാനും ഇല്ല. വൈഫൈയും ഉണ്ട്, അപ്പോൾ നമുക്ക് നെറ്റ് വേണമെങ്കിൽ അത്യാവശ്യം റേഞ്ചും ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല റേഞ്ച് ഉണ്ട്. ഇതാണ് അതിനകത്തേക്ക് കയറുന്ന വഴി. ഇതുപോലൊരു കാട്ടിക്കൂടിയുള്ള ഒരു സ്റ്റോണിട്ട വഴി കൂടെ വേണം കയറി വരാനായിട്ട്. വണ്ടി നമ്മൾ അപ്പുറത്തിട്ടിട്ട് പിന്നെ ഇതുപോലുള്ള ഈ കോഫിയുടെ ഇടയിൽ കൂടെയുള്ള ഈ ഒരു ചെറിയ വഴി കൂടെ വേണം വരാനായിട്ട്. ഒരു വൈൽഡ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് ഇതിൽ കൂടെ തന്നെയാണോ കയറണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ തന്നെയാണോ വഴി അതിനകത്തേക്കുള്ളത്. നല്ല രസമാണ്, 2 സൈഡിലും കോഫി ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. കോഫിയിൽ ചിലതിലൊക്കെ പൂവുണ്ട് കേട്ടോ, എല്ലാത്തിലും കായൊന്നുമില്ല. ഇവർ പറക്കണുണ്ടാവുമായിരിക്കും, അതുകൊണ്ടാണ് കായില്ലാത്ത. പൂവിട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടത്, എന്നിട്ട് ഈ വഴി കൂടെ കയറി അത്തേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. മടിക്കേരിയാണ് അടുത്തുള്ള ടൗണ്. ഇത് സ്റ്റേ എടുത്തത് മടിക്കേരിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ട് പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി എവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അബ്ബേ വാട്ടർഫോൾസ് കണ്ടു. അവിടെ നമ്മൾ ഫുഡ് കഴിച്ച് പോയിട്ട് ജസ്റ്റ് വഴിയൊന്ന് കണ്ടു വെച്ചിട്ട് റൂമിൽ പോയിട്ട് വൈകുന്നേരം വരാമെന്നാണ് വിചാരിച്ചത്. ഇതാണ് വാട്ടർഫോളിൻ്റെ വ്യൂ. പക്ഷേ
നമ്മൾ ചുമ്മാ എന്തായാലും ഇരിക്കുകയല്ലേ, വെറുതെ സമയം കളയണ്ട, ഇവിടെ വന്നപ്പോൾ എന്നാൽ കണ്ടിട്ട് പോകാമെന്ന് ഓർത്തിട്ട് കാണാൻ ചെന്നു. താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഓർത്തത് അയ്യോ പെട്ടെന്ന് വന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ തോർത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുത്തില്ലല്ലോ റൂമിൽ പോയിട്ട്, ഇനിയിപ്പം നനഞ്ഞ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ മേളിലേക്ക് കയറി വേണ്ട ആൾക്കാരും നനഞ്ഞ് വരുന്ന കാണില്ല. അപ്പോൾ വിചാരിച്ചു ഇതെന്ത് ഇറങ്ങാൻ പറ്റാത്ത വാട്ടർഫോളോ ആണെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്ത് അവിടെ ചെന്നപ്പോൾ ഇറങ്ങാൻ പറ്റില്ല, ഇത്ര തന്നെ കാണാൻ പറ്റുള്ളൂ, ഇത്ര തന്നെ ഉള്ളൂ, വെള്ളമൊക്കെ കുറവാണ്, വലിയ സംഭവമൊന്നുമല്ല. താഴേക്ക് കുറേ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു വാട്ടർഫോൾ കാണാം. ഇതാണ് മെയിനായിട്ട് അവിടെയുള്ളൊരു വാട്ടർഫോള്. പിന്നെ മടിക്കേരി ടൗണിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മടിക്കേരി ഫോർട്ടുണ്ട്, മ്യൂസിയം ഉണ്ട്, പിന്നെ ഈ അബേ വാട്ടർഫോൾസ് ഉണ്ട്, മണ്ടാൽപ്പെട്ടി പീക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതൊക്കെ ട്രക്ക് ചെയ്ത് പോകണം ജീപ്പിൽ. പിന്നെ ഉള്ളത് ഇതുപോലത്തെ തന്നെ വേറൊരു വാട്ടർഫോളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വന്നതിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് ടയേർഡായി. പിന്നെ വൈകുന്നേരമായി, നമ്മൾ ഫുള്ളായിട്ട് റൂമിലേക്ക് ഇതെല്ലാം കണ്ട് ചുറ്റിക്കറങ്ങി എത്തിയപ്പോൾ ഫുഡും കഴിച്ച് ഈ വാട്ടർഫോളിലൊക്കെ പോയി. ഫുഡ് കഴിക്കാൻ പോയി തന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷമാണ് ഫുഡ് കഴിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് വാട്ടർഫോൾ കണ്ട് തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എവിടെയും പോകാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ വൈകുന്നേരം വേണമെങ്കിൽ രാജാ സീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സൺസെറ്റ് കാണാൻ പോവാം, അതൊക്കെയാണ് അവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ. പക്ഷേ എവിടെയും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ചെറിയ കുപ്പിയൊക്കെ എടുത്ത് ഫുഡൊക്കെ മേടിച്ച് ബിയറൊക്കെ വാങ്ങിച്ച് റൂമിൽ തന്നെ ചില്ല് ചെയ്തിരുന്നു, വേഗം കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലത്തെ മോർണിംഗ് വ്യൂ ആണിത്. നല്ല തണുപ്പുണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ തണുപ്പിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. പക്ഷേ തണുപ്പ് ഒട്ടുമില്ല. രാവിലെ വെളുപ്പാങ്കാലത്ത് പോലും തണുപ്പില്ല. അതിലും കൂടുതൽ തണുപ്പ് ബാംഗ്ലൂർ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇവിടെ ഒരു വൈകുന്നേരം ഒരു ഇല പോലും അനങ്ങണില്ല, ഒരു കാറ്റ് പോലും ഇല്ല, തണുപ്പുമില്ല. ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ കൂർഗിൽ. ഒട്ടും തണുപ്പ് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വരാൻ 8:30 ആവുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് രാത്രി നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഉറങ്ങി, നന്നായി ഉറങ്ങി. അതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റിട്ട് ജസ്റ്റ് അവിടേക്ക് ഒന്ന് നടന്ന് കാണാമെന്ന് ഓർത്തു. തണുപ്പില്ലെങ്കിലും ഞാൻ കൊച്ചിനെ മങ്കി ക്യാപ്പ് വെച്ചു, ഇനി അവനും ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. നമുക്ക് തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് മുഴുവൻ ഈ കോഫി പ്ലാന്റേഷനാണ്. ഇവിടെ നിന്ന് എൻ്റെ വരെ നടന്നൊക്കെ പോകാം, നല്ല രസമുണ്ടായിരുന്നു അതിൽ കൂടി നടന്നു പോകാൻ. കാര്യം നാച്ചുറലായിട്ടുള്ള ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു, കിളികളുടെയും ഓരോ ജീവികളുടെയൊക്കെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. രാവിലെ പിന്നെ ആ സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ വെളിച്ചമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ തണുപ്പില്ല. അങ്ങനെ നമ്മൾ ഈ വഴി കൂടെ അങ്ങ് എൻ്റെ പോകുമ്പോൾ വീടൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ. പിന്നെ ചിലതൊക്കെ ഹോം സ്റ്റേ ആണ് ഇതുപോലെ ചില വീടൊക്കെ. അത് കഴിഞ്ഞ് എൻ്റിലേക്ക് പോകുമ്പോൾ അങ്ങോട്ടൊക്കെ വീടൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ ദൂരേക്കൊന്നും പോയില്ല, ജസ്റ്റ് അവിടെ നിന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. നടക്കുന്ന വഴിയിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ മയിലിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഒരു പട്ടിയുണ്ട്. പട്ടി ആ സ്റ്റേയിൽ കൂടെ ഉള്ളതാണ്, ഭയങ്കര പാവം പട്ടിയാണേ. സ്റ്റേയിൽ തന്നെ എല്ലാവരുമായിട്ട് കമ്പനിയാവുമെന്ന് തോന്നണു. നമ്മളവന് ബിസ്ക്കറ്റും ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാത്രി നമ്മുടെ സ്റ്റേയുടെ അവിടെ റൂമിൻ്റെ പുറത്ത് തന്നെയാണ് കിടന്നത്. അവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ല. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ആൾ അവിടെ തന്നെ കിടപ്പുണ്ട്. നമ്മൾ കഴിച്ച ഫുഡും ഒക്കെ അവനും കൊടുത്തായിരുന്നു. ഇതാണ് കേട്ടോ ആൾ. അപ്പോൾ മയിലിനെയൊക്കെ കണ്ടു പറഞ്ഞില്ലേ, മയിലിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇവൻ അതിനെയൊക്കെ ഓടിച്ചു. അതുകൊണ്ട് മയിൽ നിന്നില്ല, മയിൽ പറന്നുപോയി. പിന്നെ ഇവിടെ മങ്കിയുണ്ട് കേട്ടോ, കുരങ്ങന്മാരുണ്ട്, കുറേ കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഉണ്ട്. രാവിലെയും വൈകുന്നേരമൊക്കെ ഇതിൽ കൂടെ നടക്കുമ്പോൾ കാണാം. ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലേക്ക് പോയതാണ്. ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് കാര്യം ഇത് 11 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ 9 മണി തൊട്ട് 11 മണി വരെ ഉള്ളൂ. 11 മണിക്ക് ഈ എലിഫൻറ്റിനെ കാണാനുള്ള ഈ ആനക്കൊട്ടിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കയറ്റില്ല അവർ. അപ്പോൾ ആ ഓണർ നമ്മളോട് അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങാൻ നേരത്തെ ചെക്കൗട്ട് ചെയ്യാൻ നേരത്ത് പറഞ്ഞിരുന്നു, വേഗം പോക്കോളൂ, 11 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം ഇങ്ങ് പോകുന്നു. താമസിച്ച സ്ഥലത്തുനിന്ന് ഒരു 11 to 15 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ അത് വെറുത്താണ് കേട്ടോ കാണാൻ വരുന്നത്. നല്ല സ്ഥലമാണ്. ചൂടില്ലായിരുന്നെങ്കിൽ ഇത്തിരി കൂടെ നന്നായിരുന്നെങ്കിൽ എനിക്ക് തോന്നി. കാര്യം ഇതൊരു പുഴ ക്രോസ് ചെയ്തിട്ട് വേണം, കാവേരി നദിയാണ്, അതിൽ കൂടി ഇങ്ങനെ ചാക്കിൽ മണൽ നിറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ക്രോസ് ചെയ്ത് വേണം ഇപ്പുറത്തെ ആനക്കൊട്ടിലേക്ക് എത്താൻ. ഇങ്ങോട്ട് വന്ന് തന്നെ നിറച്ച ആനകളാണ്. നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഇവർക്ക് കൊടുക്കാം. പാപ്പന്മാർക്ക് ചെറുതായിട്ട് 50-100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഇതുപോലെ കെട്ടിത്തരും. അത് വൈക്കോലും ഈ നെല്ലും കൂടി ഇങ്ങനെ കൂട്ടി കെട്ടിത്തരും. അത് നമുക്ക് ആനകൾക്ക് ഫീഡ് ചെയ്യാം. നിറയെ ആനകളാണ്, ഒരു റൗണ്ട് കംപ്ലീറ്റ് ആനകളാണ്. വലിയ വലിയ ആനകളുണ്ട്, കുട്ടി ആനകളും ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കൊച്ചും നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ, നല്ല വെയിൽ, നല്ല ചൂടുമുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റുപാടും കാവേരി നദിയാണ് ഒഴുകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരണതാണ് നല്ല എക്സ്പീരിയൻസ്. ഈ ആനക്കൊട്ടിലേക്ക് കയറാനായിട്ട് ഈ പുഴ ക്രോസ് ചെയ്ത് വരുന്നത് നല്ല രസമാണ്. ഈ ചൂടത്ത് നമ്മൾ പുഴയിലേക്ക് ചവിട്ടുമ്പോൾ നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ നല്ല ഒഴുക്കുണ്ട്. അന്നേരം നല്ല വെള്ളം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ക്യൂ പോലെ ഇങ്ങനെ പതുക്കെ ചവിട്ടി ഓരോരോ ചാക്കിൽ ചവിട്ടി വേണം വരാനായിട്ട്.
കാര്യം പാറയിൽ ചവിട്ടി തെന്നും. അപ്പോൾ ഒരു 11 മണി വരെയാണ് ഇങ്ങോട്ടേക്ക് കടത്തി വിടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കടത്തി വിടില്ല. പിന്നെ അവിടെ റിവർ റാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം. ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇതിനകത്തേക്ക് കയറാൻ നേരത്തെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്, കയറാനായിട്ടൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പുഴ, കാവേരി നദിയാണ് ചുറ്റും. നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മൺസൂൺ സമയത്ത് വന്നാൽ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ മഞ്ഞ് നല്ല തണുപ്പുള്ള സമയത്ത് വന്നാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. കാര്യം നല്ല ഗ്രീനറിയാണ്, പക്ഷേ അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങി തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു സീനറി വ്യൂ കുറച്ചും കൂടി കിട്ടണമെങ്കിൽ, ഒരു പച്ചപ്പൊക്കെ തോന്നണമെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഒരു മഴയൊക്കെ പെയ്തിട്ട് ഒരു മൺസൂൺ സമയത്തോ ഇല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു. ഇപ്പം നല്ല വെയിലും നല്ല ചൂടുമായി തുടങ്ങി. അതുകൊണ്ട് ചിലതൊക്കെ ഉണങ്ങി കരിഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും നല്ല രസമാണ് കേട്ടോ. പിന്നെ ആനകളെല്ലാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിക്കാൻ പോവാണ്, ഈ വെള്ളത്തിലേക്ക് ഇറക്കി കുളിക്കാൻ പോവാണ്. ഈ ആനകളെ കുളിക്കാൻ ഇറക്കുമ്പോൾ നമുക്കും വേണമെങ്കിൽ ഞങ്ങളോർത്ത് കൂടെ പോയി നിന്ന് അവിടെ നിന്ന് എൻഡിൽ നിന്ന് കാണാൻ പറ്റുന്നു. പക്ഷേ ഇവർ ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടത്തില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ആനകളുടെ കൂടെ കുളിക്കണ ആനകളുടെ കൂടെ പോസ് ചെയ്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ ഒക്കെ 500 രൂപ കൊടുക്കണം. അവിടെ ഇപ്പോൾ ആൾക്കാർ ക്രോസ് ചെയ്ത് പോകണുണ്ടോ, ഇതാണ് നമ്മൾ ഈ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നത്. ഇതുപോലെ നല്ല രസമാണ്. നമ്മൾ പക്ഷേ തിരിച്ച് ക്രോസ് ചെയ്ത് പോകുമ്പോൾ വെള്ളം കുറഞ്ഞിരുന്നു കേട്ടോ. അന്നേരം അത്രയും തിരക്കും റഷും ഇല്ല. കാര്യം ഓൾറെഡി ആൾക്കാർ ഇങ്ങോട്ടേക്ക് കടത്തി വിടണം നിർത്തിയല്ലോ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്ര തിരക്കുണ്ടായിരുന്നില്ല. ആർക്കും അത്ര തിരക്കിട്ട് അപ്പുറത്തേക്ക് കിടക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അതൊക്കെ കടന്നാലും മതി. കൊച്ചു വെള്ളത്തിൽ കുറേ നേരം കളിച്ചു. ഇതാണ് എലിഫൻറ്റ് ക്യാമ്പിലേക്ക് വരുന്ന വഴി കേട്ടോ. നിറയെ അടയ്ക്കാമരമാണ് നിറച്ചും. നല്ല ഗ്രാമം പോലത്തെ സ്ഥലമാണ്, നല്ല രസമാണത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നിസർഗധാമ പാർക്കിലേക്ക് പോയി. ഒരു ഗാർഡനാണത്, ബാംബു ഫോറസ്റ്റുമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഡെസ്റ്റിനേഷനാണിത്. ഒരു 1.5-2 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ്. ഒരു ഇങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇവിടെയും കാവേരി നദിയാണ്, കംപ്ലീറ്റ് എൻ്റയർ കാവേരി നദിയാണ് കേട്ടോ ഒഴുകുന്നത്. നല്ല രസമാണ്, നല്ല ഒഴുക്കുണ്ട്. ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ നമ്മളതൊന്നും ചെയ്തില്ല കൊച്ചുള്ളതുകൊണ്ട്. പിന്നെ മടിക്കേരിയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ സമയത്ത് പോയി ട്രക്ക് ചെയ്ത് പോയാൽ നല്ല വെയിലുമായിരിക്കും. കൊച്ചുള്ളതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നുമില്ല. പിന്നെ അവിടെയൊക്കെ ട്രക്ക് ചെയ്ത് പോയാൽ മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലമാണ്. അവിടെയൊക്കെ കാണാനിപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല വെയിലായതുകൊണ്ട്. തന്നെ കപ്പിളൊക്കെ ആയിട്ട് പോണവർക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇത് കംപ്ലീറ്റ് ഇതാണ് ബാംബു ഫോറസ്റ്റാണ്. നല്ല രസമാണ് കേട്ടോ. അതും വേറൊരു എക്സ്പീരിയൻസ് ആണ്. ബാംബു ഫോറസ്റ്റ് ഇങ്ങനെ നിറച്ചും ഇലകളെല്ലാം വീണ് നല്ല അതിൻ്റെ ഇലകൾ ഇങ്ങനെ ബെഡ് പോലെ കിടക്കുകയാണ്. കുറേ നടക്കാനുണ്ട് കേട്ടോ. ഈ ആനയുടെ കൊട്ടിലും ഈ മുളയുടെ കാടിലും ഒക്കെ നിറച്ച് നടക്കാനുണ്ട്. ഈ വെയിലായതുകൊണ്ടും ചൂടായതുകൊണ്ടും നടന്ന് നമ്മൾ ക്ഷീണിക്കും. അതൊക്കെ നല്ല തണുപ്പുള്ള സമയത്തായിരുന്നെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. തണുപ്പത്ത് നമുക്ക് നല്ല സുഖമല്ലേ, നല്ലതായിരുന്നു. ഞാൻ കൊച്ചിനാണെങ്കിൽ എല്ലാം തണുപ്പിനത്ത് ഇടാനുള്ള ഡ്രസ്സാണ് കൊണ്ടുവന്നത്. ആകെ 2 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് ആ ടീഷർട്ട് എടുത്തത് കൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ ഈ തണുപ്പത്തിടാനുള്ള ഡ്രസ്സ് ഇതിനെ ഇടിക്കാൻ പറ്റില്ല ഈ ചൂടത്ത്. ഇവിടെ നിറച്ചും ഇങ്ങനെ ഭയങ്കര വൈഡായിട്ടുള്ള ഏരിയയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ജംഗിൾ ഫോറസ്റ്റ്, ജുറാസിക് ജംഗിൾ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് കയറിയിട്ട് നമുക്കൊരു വീഡിയോ 3D ഷോ പോലെയൊക്കെ ഇട്ട് അതൊക്കെ വേണമെങ്കിൽ എൻജോയ് ചെയ്യാം. നമ്മൾ അതിനൊന്നും നിന്നില്ല. നമ്മളിങ്ങനെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും. കൊച്ചാണെങ്കിൽ അതൊക്കെ വാരി എൻ്റെ മേത്തേക്ക് ഇടുകയാണ്. അവനിതൊക്കെ വാരിപ്പറക്കി ഓടി നടക്കലായിരുന്നു അവൻ്റെ പണി. പിന്നെ അങ്ങ് ചെല്ലുമ്പോൾ കുറേ മാനുകളുള്ളൊരു കൂടുണ്ട്. ഇവിടെയും ഇങ്ങനെ ഈ കാവേരി നദി ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമാണ്. ഇവിടെ ആൾക്കാർ ഒത്തിരി പേര് കുളിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ വെള്ളം കണ്ടാൽ പിന്നെ സമ്മതിക്കില്ല. ഇവൻ ഇവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇവിടെ നിന്ന് ഈ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരാനാണ് കേട്ടോ പാട്. പിന്നെ എല്ലായിടത്തും നിറച്ച് മലയാളികളാണ്. എവിടെ ചെന്നാലും ഇപ്പം മടിക്കേരിയിലും ഒക്കെ ആണെങ്കിലും കടകളും ഒക്കെ ഒരുപാട് മലയാളികളുടെയാണ്. ഈ കൂർഗ് പിന്നെ നമ്മൾ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വന്നപ്പോൾ എല്ലായിടത്തും മലയാളികളാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോണ വഴിക്ക് കയറിയത് ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. ദലൈലാമയുടെ ടൈപ്പ് ആൾക്കാരെ ടിബറ്റിൻ്റെ മൊണാസ്ട്രി ഉണ്ടല്ലോ, അവിടെ കയറി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ല രസമാണ്. ഒരു ഈവനിങ് ആണെങ്കിൽ നിറയെ ലൈറ്റൊക്കെ കിട്ടുന്ന സമയത്താണ് വരുന്നതെങ്കിൽ ഇത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അല്ലാത്തപ്പോൾ ഇതിങ്ങനെ എൻ്റെ ഏരിയ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാൻ ഒരു പീസ്ഫുൾ സ്ഥലമാണ്. നല്ല രസമാണ്. ബുദ്ധന്മാരുടെ ടിബറ്റിൻ മൊണാസ്ട്രിയുടെ ഇതാണ്. ഇതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നേരെ ബാംഗ്ലൂർക്ക് തിരിച്ചു വിടുന്നു. ഒരു 5-5:30 നമ്മൾ ഇവിടുന്ന് തിരിച്ചായിരുന്നു. നമ്മളൊരു 10:15 ആയപ്പോഴത്തേക്കും നമ്മുടെ സ്ഥലത്തെത്തിയായിരുന്നു, താമസിക്കുന്ന സ്ഥലത്തേക്ക് ബാംഗ്ലൂർ തിരിച്ചെത്തിയായിരുന്നു. ഈ മൊണാസ്ട്രി കാണാനായിട്ട് നൈറ്റ് വരണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഫുള്ള് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ ഗോൾഡൻ കളർ ഫുള്ളിങ്ങനെ നല്ല ഷൈനിങ് ആണ്. രാത്രിയാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇതിനു മുന്നേ 10ാം ക്ലാസ്സിൽ ടൂർ വന്നപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് രാത്രിയാണ് അത് കണ്ടേക്കണത്. അതാണ് എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയേക്കണേ. കുറേ നാളായി നമ്മളിതുപോലൊരു ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്യണോ, എന്തുകൊണ്ടോ നടന്നിട്ടില്ല. കുറേ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോഴും പെട്ടെന്ന് ഒരു വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തീരുമാനിച്ചപ്പോഴാണ് നടന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.